ഒന്ന് ദിനവൃത്താന്തം 17-ാം അധ്യായം. ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു. യഹോവയുടെ നിയമപെട്ടകമോ തിരശീലകൾക്ക് കീഴെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് എൻ്റെ ദാസനായി ദാവീദിനോട് പറകാം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും, നിങ്ങളെനിക്ക് ദേവദാരു കൊണ്ടൊരാലയം പണിയാതെ ഇരിക്കുന്നത് എന്തെന്ന് ഒരു വാക്കു ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെപ്പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല. ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്കൊരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിൻ്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിൻ്റെ ശേഷം നിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ നിൻ്റെ സന്തതി എഴുന്നേൽപ്പിക്കുകയും അവൻ്റെ രാജത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരാലയം പണിയും. ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിൻ്റെ മുൻ ഭാഷക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ അവൻ എൻ്റെ ആലയത്തിലും എൻ്റെ രാജത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവൻ്റെ സിംഹാസനവും എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവുമെല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അപ്പോൾ ദാവീദ് രാജാവാകത്ത് എന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് നീ എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നുവല്ലോ. യഹോവേ, അടിയൻ നിമിത്തവും നിൻ്റെ പ്രസാദപ്രകാരവും നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ചു ഈ വൻകാര്യമെല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ, യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രൈമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളയുകയിൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിൻ്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ എന്തൊരു ജാതിയുള്ളൂ? നിൻ്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്തം ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തുവല്ലോ. ആകയാൽ യഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയൻ്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു. ഇസ്രായേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിൻ്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹം നിൻ്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ആകയാൽ യഹോവേ, നീ തന്നെ ദൈവം. അടിയൻ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അതെന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ.